ആണ് അടുത്തത്. നാച്ചുറൽ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ കുട്ടികളുടെ വിഭാഗത്തിൽ മിസ്റ്റർ കേരള IPC 2024 തെരഞ്ഞെടുക്കപ്പെട്ട ആദിത് മന്ദഹാസ് ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അപ്പോ ആദിതും അച്ഛനും അമ്മയുമാണ് ഇന്ന് നമുക്കൊപ്പം അതിഥികളായി മോർണിംഗ് ചേരാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് ആദിത് ബേബി, കൺഗ്രാറ്റുലേഷൻസ് ആദ്യം തന്നെ. ഗുഡ് മോർണിംഗ് ആദിത്. ഗുഡ് മോർണിംഗ്. താങ്ക് യു. പിണങ്ങി നിൽക്കാണെന്ന് തോന്നുന്നു. രാവിലെ സൺഡേ അല്ലേ, രാവിലെ ഉണർന്നതിന്റെ ഒരു വിഷമത്തിൽ നിൽക്കും, എന്നാലും കുഴപ്പമില്ല. ചാമ്പ്യൻ ഇത്രയും എന്താണ് ഇങ്ങനെ രാവിലെ എണീക്കാനൊക്കെ മടിയുള്ള കൂട്ടത്തിലാണോ ചാമ്പ്യൻ? സൺഡേ ഹോളിഡേ അല്ലേ, ഒരുപാട് വർക്ക് കഴിഞ്ഞ് ഒരു ഓഫ് എടുക്കുന്ന. അതെ. അപ്പൊ നമ്മളിങ്ങനെ അധികം കേട്ടിട്ടില്ല കുട്ടികളെ ഇങ്ങനെ ഒരു ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. അപ്പൊ കാണുന്ന ആളുകൾ ചിലപ്പം സംശയിച്ചേക്കാം, അതായത് ഈ കുട്ടികൾ ഇത്ര ചെറിയ പ്രായത്തിൽ ജിമ്മിലൊക്കെ പോയി വെയിറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ മസിലൊക്കെ പെരുപ്പിച്ച് നടക്കുകയാണോ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ആണല്ലേ? അതെ. അതേക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇതിലിപ്പം മോനെ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാല്, ആദ്യം നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിന് ഈവന്റ് സ്റ്റാർട്ട് ആയത്. അത് തന്നെ ആദ്യമായിട്ട് പറയാം. പിന്നെ അതിൽ മിസ്റ്റർ കേരള NPF എന്ന് പറയുന്ന അസോസിയേഷൻ, അത് വേൾഡ് വൈഡ് ആണ്. ആ അസോസിയേഷനിൽ ഫിറ്റ് ബോഡി ആയിട്ടാണ് ആദ്യം മോൻ മത്സരിച്ചത്. അതിൽ ബ്രോൺസ് മെഡൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കേരളത്തിൽ നടത്തിയ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ആയിരുന്നു IPC മിസ്റ്റർ കേരള. അതിൽ ബോഡി ബിൽഡറായിട്ടാണ് കോമ്പറ്റീഷൻ, അതായത് കംപ്ലീറ്റ് ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡറിന്റെ കൂടെ തന്നെ പോസിങ് കാര്യങ്ങളെല്ലാം ചെയ്യണമായിരുന്നു. അതിലും മോൻ ഫസ്റ്റ് വിന്നർ തന്നെ ആയിട്ടുണ്ട്. ഇതിലെല്ലാം ഒരു 12 ആദ്യത്തെ മത്സരത്തില് ഒരു 12 കുട്ടികളുണ്ടായിരുന്നു. രണ്ടാമത് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനായിട്ട് പോയപ്പോൾ ഒരു 25ഓളം കുട്ടികളുണ്ടായിരുന്നു. അവരെ പിന്നെ 2 കാറ്റഗറി ആക്കിയത്. അപ്പൊ അത്രയും കുഞ്ഞുങ്ങൾ ഇതിലോട്ട് വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ആളുകൾ വിചാരിക്കുന്ന പെട്ടെന്ന് ഇവരെ വെയിറ്റ് പൊക്കിക്കുവാണോ, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കുവാണോ, അങ്ങനെയൊക്കെയാണ്. ഇതങ്ങനൊന്നും അല്ല. ഇത് കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ അവരെ നമ്മൾ ഫിറ്റ്നസിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇവരുടെ പോസിങ്, ഇവരുടെ ഒരു ഫിറ്റ്നസ് ലെവല്, അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതില് ഇവരെല്ലാവരും ഒരുപോലെ തന്നെ എല്ലാ കുഞ്ഞുങ്ങളും മിടുക്കരായിരുന്നു. തീർച്ചയായും നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര രസം തോന്നുന്നു. കുട്ടികൾ ഇങ്ങനെയൊക്കെ പോസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡറെ പോലെ തന്നെയാണ് ആദ്യം അവിടെ പോസ് ചെയ്യുന്നത് നമുക്ക് കാണുന്നത്. അച്ഛനും അമ്മയാണോ ട്രെയിനിങ്? അതെ. കൂടുതലും അമ്മയായിരിക്കും. അതാ ഒരു എന്താണ്, ആദ്യമേ അച്ഛനെയും അമ്മയും പരിചയപ്പെടുത്തുകയും കൂടി വേണമായിരുന്നു. അത് ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ആ വിശേഷത്തിലേക്ക് കൂടി പോവാം. പറഞ്ഞോളൂ. മന്ദഹാസ് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറഞ്ഞൊരു ഫിറ്റ്നസ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. മന്ദഹാസ് പറയൂ, അതിന്റെ വിശേഷത്തെ ഒന്ന് പറഞ്ഞോളൂ. നമസ്കാരം, എന്റെ പേര് മനു മന്ദഹാസ്. ഞാൻ മന്ദഹാസ് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറഞ്ഞ ഓൺലൈൻ ട്രെയിനിങ് നമ്മുടെ നാട്ടിൽ കോവിഡിനൊക്കെ മുമ്പ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ ഒരു 2023 ആയപ്പോൾ സ്വന്തമായിട്ടൊരു ജിം ഓപ്പൺ ചെയ്തു. നമ്മൾ പ്രോഗ്രാം മൊത്തം ചെയ്യുന്ന ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോരുത്തരെ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് കിഡ്സിന് വേണ്ടിയിട്ട് നമ്മുടെ മോനെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചാമ്പ്യൻ ആക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അതുപോലെ ഓരോ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ മുന്നോട്ട് വരാൻ ഭാഗ്യം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അമ്മയുടെ വിശേഷങ്ങളോ? എന്റെ പേര് സതീഷ മനു. ഞാൻ ജിമ്മില് ലേഡീസിനെ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോ നമുക്കും ഇതിനോട് താല്പര്യം, കൊച്ചു കുഞ്ഞുങ്ങൾ. അപ്പൊ കുഞ്ഞിലെ തൊട്ട് ആക്കി ഇതിനോട് ഡമ്പലൊക്കെ കുഞ്ഞിലെ ഒരു 1.5-2 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഡമ്പൽ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് പുള്ളി കളിച്ചുകൊണ്ട് ഇങ്ങനെ കളിച്ചു വന്നിരുന്നത്. അപ്പം നമുക്ക് കണ്ടപ്പോൾ നമുക്കും ഇതിനോട് കുഞ്ഞിന്റെ താല്പര്യം ഉണ്ടെന്ന് തോന്നി. അപ്പൊ പിന്നെ ഈ ഒരു പ്രായം ആയപ്പോഴത്തേനും ജിമ്മിൽ വന്ന് നമ്മൾ ജിമ്മ് ഇട്ടതിന് ശേഷം ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുകയും എല്ലാവരെയും ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടപ്പോ പിന്നെ നമ്മുടെ ഷോയ്ക്ക് ഇറക്കുന്നുണ്ടായിരുന്നു കുട്ടികളെ ജിമ്മില്. അപ്പൊ പറഞ്ഞു എനിക്കും ഇറങ്ങണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായി. അങ്ങനെ ഞങ്ങള് ഇതിലോട്ടെല്ലാം ഒന്നും കൊണ്ട് ഇറക്കിക്കാമെന്ന് വെച്ച് അങ്ങനെ അതിലോട്ട് മെയിനായിട്ട് നമ്മുടെ അത്ലറ്റ്സ് ഉണ്ടായിരുന്നു ബോഡി ബിൽഡിങ്ങിനൊക്കെ ആയിട്ട്. അപ്പൊ അവരെ പോസിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന കാണുമ്പോൾ എന്റെ കൂടെ മോനും കാണും, വൈഫും കാണും മിക്കപ്പോഴും.
അങ്ങനെ മോൻ എന്നോട് അതിന് അവിടെ എന്താ ഇറക്കാഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഇതായിരുന്നു. അന്ന് കിഡ്സിന്റെ ഇല്ലായിരുന്നു ആ അസോസിയേഷനിൽ. അങ്ങനെയാണ് ഇപ്പൊ ഒരു അവസരം വന്നപ്പോൾ ചോദിച്ചപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഇങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയത് അതിന് വേണ്ടിയിട്ട്. ഇവർക്കൊരു മത്സരം എന്നുള്ളതിലുപരി എന്താ പറയണ്ടേ, ഇതിന് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യട്ടെന്ന് കരുതി. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനും കഴിഞ്ഞു, വിന്നർ ആവാനും കഴിഞ്ഞു. അതിലെല്ലാവരും സന്തോഷത്തിലാണ്. തീർച്ചയായും മനു, എന്തായാലും ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോഴും ആദിത്യന്റെ വിശേഷങ്ങളൊക്കെ കാണുമ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അതോടൊപ്പം തന്നെ അവരുടെ പേരൻസിനും ഒക്കെ ആഗ്രഹം കാണും അവരുടെ മക്കളെയും ഇതേപോലെ ഈ സ്റ്റേജിൽ ഒന്ന് കൊണ്ടുവരണമെന്നുള്ളത്. ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാടി പ്രോസസ്സ്? അതെ, ഇങ്ങനൊരു കാര്യം നടന്നപ്പോഴാണ് കുറച്ച് പേര് അറിഞ്ഞു തുടങ്ങി ഇതിന് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നൊക്കെ. ബാക്കി അതിനെപ്പറ്റി വലിയ അറിവില്ലായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മിസ്റ്റർ കേരള ലെവലിലാണ് കിഡ്സിന്റെ മത്സരങ്ങൾ വരുന്നത്. പിന്നെ മിസ്റ്റർ ഇന്ത്യ ലെവൽ വരുന്നുണ്ട്. ഇനി അടുത്ത മിസ്റ്റർ ഇന്ത്യ നമ്മുടെ കേരളത്തിൽ വെച്ച് തന്നെ നടത്തുന്നുണ്ട്. ഇതിലെന്ന് പറഞ്ഞാല് നമുക്ക് ഇതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അവര് പബ്ലിഷ് ചെയ്യും. അത് അത്യാവശ്യം കേരളത്തിൽ നല്ല രീതി എന്താ പറയണ്ട വൈറലാവുന്ന രീതിയിലാണ് അവർ നോട്ടീസൊക്കെ പബ്ലിഷ് ചെയ്യാറ്. അപ്പൊ അത് നോക്കിയിട്ട് ഇപ്പൊ ഏത് ജിമ്മിലാണോ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ അതിന്റെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. അതിന്റെ എങ്ങനെ ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം, രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം. അതിന്റെ കൂടെ ഈ അസോസിയേഷനിലെല്ലാം NPF-ലാണേലും IPC-ലാണേലും നടത്തുന്ന ജഡ്ജസ് ആണേലും അതിന്റെ എല്ലാ ഹെഡിലുള്ളവരാണേലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു എന്താ പറയണ്ട ആഗ്രഹം മുന്നോട്ട് വരുന്നത്. തീർച്ചയായും ഞങ്ങൾക്ക് ശരിക്കും ആദിതിന്റെ വിശേഷങ്ങൾ ആദിത് പറഞ്ഞു തന്നെ കേൾക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ആൾ അത്ര നല്ല മൂഡിലല്ല. അതെ അതെ, ആദിത് എന്തെങ്കിലും പറയാമോ ഞങ്ങളോട്? ഒരു ഹായ് പറഞ്ഞേരും. ഒരു ഹായ് പറയോ? താല്പര്യം രാവിലെ സൺഡേ അല്ലേ, ഉറക്കത്തിൽ എണ്ണീച്ചതിന്റെ ഒരു ബുദ്ധിമുട്ടിയിരിക്കുക. സാധാരണ കുട്ടികൾ കാറും ടോയ്സും മറ്റേ എന്താ ഡോളൊക്കെ വെച്ച് കളിക്കുമ്പോഴത്തേക്ക് ആദ്യമേ എന്താണ് ഡമ്പല് വെച്ചാണ് കളിക്കാൻ തുടങ്ങിയത്. ചാമ്പ്യൻ ആയിരിക്കുകയാണ് അങ്ങനെ. അപ്പം ഇനി ആദിതിനെ ഈ ഒരു മേഖലയിൽ തന്നെ നിർത്തുക എന്നുള്ളത് തന്നെയാണോ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം? അങ്ങനൊന്നുമില്ല, മോന്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകണം, അത്രേ ഉള്ളൂ. നമ്മളൊന്നിനും ഫോഴ്സ് ചെയ്യുന്നില്ല. ഇത് തന്നെ ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയതാ, ഇല്ലാതെ നമ്മുടെ ഫീൽഡ് ഇതായതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നതല്ല. അപ്പൊ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ, ഈ ട്രാൻസ്ഫോർമേഷൻ സ്റ്റുഡിയോയിൽ കുഞ്ഞുങ്ങൾക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഇതിന് മുമ്പ് തൊട്ടേ കൊടുക്കുന്നുണ്ട് നമ്മള്. പക്ഷെ ഇപ്പം മോന്റെ ഇത് കൂടെ കണ്ടപ്പോഴത്തേക്ക് കുറെ കുഞ്ഞുങ്ങൾ തന്നെ അല്ല വലിയവര് തന്നെ മോട്ടിവേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കുഞ്ഞിനെ തന്നെ ഇത് ചെയ്യാൻ പറ്റി, അപ്പൊ നമുക്ക് ഇതൊക്കെ ചെയ്യാലോ എന്നുള്ളൊരു മൈൻഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോഴേ നമുക്ക് അവരുടെ ഫുഡിനെ കുറിച്ചും ഒക്കെ നമുക്ക് പൊതുവെ പേരൻസിന് വല്ലാത്ത ആശങ്കയുണ്ട്. അപ്പൊ ഈ ബോഡി ബിൽഡിങ്ങിൽ വന്നിട്ട് ഒരു ജിമ്മിൽ വന്നിട്ട് അവർ കഴിക്കുന്ന ഫുഡിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് അങ്ങനെ ഡൈജസ്റ്റ് ആവണം എന്നില്ല. അവിടെ എങ്ങനെയാണ് നോർമലി കുട്ടികളെ എങ്ങനെയാണോ ഫുഡൊക്കെ കൊടുത്ത് ട്രെയിൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ഉള്ളൂ, അല്ലാതെ സ്പെഷ്യൽ ഫുഡ്, പ്രോട്ടീൻ പൗഡർ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, കുഞ്ഞുങ്ങൾക്ക് അതിന്റെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല ഇതിനകത്തില്. ഇവരെ നമ്മൾ എന്താ പറയണ്ടേ, ഇപ്പൊ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ജങ്ക് ഫുഡ് കുഞ്ഞുങ്ങൾക്ക് അധികം കൊടുക്കാതിരിക്കുക, പിന്നെ കുറച്ച് ഫുഡ് കൺട്രോൾ ചെയ്യാൻ നോക്കുക. അതാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ അത് നേരെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് എന്താ പറയണ്ട ആവശ്യമില്ലാത്ത എല്ലാം കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാൻ നോക്കുക. അതാണ് വേറെ കുഴപ്പം. നമ്മൾ ഫുഡ് കൺട്രോളിങ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ വരുന്ന മൊത്തം കുഞ്ഞുങ്ങൾക്കാണ് കുറെ ഒബിസിറ്റിയും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അവരെ ആക്റ്റീവ് ആക്കാനുള്ള രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കുക്കിംഗ് മെത്തേഡിലാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സീക്രട്ട് ഉണ്ടോ? അതായത് സീക്രട്ട് എന്നല്ല, ഒരു ടിപ്പ്. ഇപ്പം പേരൻസ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ എന്ത് കാര്യം ശ്രദ്ധിക്കണം? കുക്കിങ്ങിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ, കുക്കിങ്ങിൽ എന്താണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്ന്? കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ എന്താ പറയണ്ടേ, നമ്മളിപ്പോ ഒരു ഡയറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കോ രക്ഷിതാക്കൾക്കോ അത് ദഹിക്കണമെന്നില്ല. അപ്പം ഇത്രേ ഉള്ളൂ. അവർക്ക് ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഡെയിലി ഈ ഓവർനൈറ്റ് കൊടുക്കുന്ന ശീലിപ്പിക്കുന്നുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. കാരണം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് തന്നെ ഡൈജസ്റ്റ് ആവില്ല. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഓവർനൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കേടാണ്. ഈ സ്നാക്സ് പോലത്തെയൊക്കെ രാത്രിയിലൊക്കെ കുഞ്ഞുങ്ങൾ ബഹളമാണെന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട് പലരും. അതാണ് കുഞ്ഞുങ്ങളെ ഒബിസിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നത്. ഒബിസിറ്റിയിലോട്ട് പോകുന്നതിന്റെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളിലോട്ട് പിന്നീട് വരും. അപ്പം ഫ്രൂട്ട്സ് പോലെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ളതൊക്കെ രാത്രി ഓവർനൈറ്റ് ടൈമിലാണ്, ഡിന്നർ അല്ല, അത് കഴിഞ്ഞ്. ചില കുഞ്ഞുങ്ങൾക്ക് രാത്രിയിലാകുമ്പം എന്തെങ്കിലും TV കാണോ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴൊക്കെ വിശപ്പ് ഒക്കെ വരും. ഇപ്പൊ ഇവരെ വിശപ്പ് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളല്ലേ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഫ്രൂട്ട്സോ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സീക്രട്ട്. തീർച്ചയായും. അപ്പൊ ഒരുപാട് സന്തോഷം ആദിതിനെ പരിചയപ്പെടാൻ സാധിച്ചതിലും അച്ഛനെ അമ്മയൊക്കെ കാണാൻ സാധിച്ചത്. താങ്ക് യു സോ മച്ച്. ബൈ ആദിത്. താങ്ക് യു സോ മച്ച്. ബൈ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരി.